അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി മണ്ണാർക്കാടും കിട്ടുട്ടോ. എൻ്റെ പുറകിൽ കാണുന്ന ബോർഡ് ഉണ്ടല്ലേ, ഇവിടെ ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കുകയാണ്. മണ്ണാർക്കാട് ശിവകുന്നത്താണ് കേട്ടോ ഉള്ളത്. ആ കാണുന്ന വീട്ടിലാണ് അവർ ഓർഡർ പ്രകാരമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മുടെ ആള് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വീട്ടിൽ വെച്ചാണ് ചെയ്യണം. വീട്ടിൽ വെച്ചിട്ട് ചെയ്യും. രണ്ട് പേരെന്ന് പറയും. എൻ്റെ പേര് സദാശിവൻ. ചേച്ചി കൃഷ്ണപ്പുറ മോനാണല്ലേ. ശരി, ഇഡ്ഡലിയുടെ ഫുള്ള് വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അവർ ഉള്ളിലാണത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ എടുത്ത് പോകാം കേട്ടോ. നല്ലപോലെ തിളച്ച ശേഷം നമ്മൾ തുണി വിരിക്കുക. തുണി വിരിച്ചിട്ട് ഓരോന്നിലായി മാവ് ഒഴിച്ച് ഇതങ്ങനെ തുണി വിരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് അത്ര അല്ല, ഇത് കുറച്ച് പരത്തിയിട്ടാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയിട്ട് തട്ട് മാക്സിമം 3 തട്ട് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ മറ്റേ വലിയ ഹൈ ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് വെക്കാം. ഇത് ചെറിയ ഫ്ലെയിം ആയതുകൊണ്ട് 2 തട്ട് എന്നിട്ട് മുകളിൽ ഇത് കവർ ചെയ്യാം. വെച്ചിട്ട് അടുത്തതെടുക്കാം. അടുത്തതെടുത്തിട്ട് നമ്മൾ മാവ് ഒഴിക്കുക. ഇതേപോലെ മാവ് ഒഴിക്കുക. ഇതിൽ മാവ് ഒഴിക്കുമ്പോഴേക്കും ഇത് നമ്മൾ ഫസ്റ്റ് ഒഴിച്ചത് വെന്ത് കിട്ടും. ഇവിടെ ഓർഡർ പ്രകാരം കാറ്ററിംഗിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാറ്ററിംഗ് ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡിയാണ്. ഇഡ്ഡലിക്ക് കോമ്പിനേഷനായിട്ട് സാമ്പാറുണ്ട്. ഇത് സാമ്പാർ, ഇത് ചിക്കൻ കറി. ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ് ഇഡ്ഡലിക്ക്. ഈ രാമശ്ശേരി ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷനാണ് ചിക്കൻ കറി. പിന്നെ മെയിൻ പൊടിയാണ് ഇതാ രാമശ്ശേരി ഇഡ്ഡലി. ഈ പൊടിയാണ് ഫേമസ്. രാമശ്ശേരി ഇഡ്ഡലിയുടെ പൊടിയാണിത്. ഇത് മെയിൻ പൊടി. ഇത് ചമ്മന്തി, തക്കാളി ചമ്മന്തിയാണ്. ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ചമ്മന്തി. പിന്നെ ചട്നി, തേങ്ങ ചമ്മന്തി. കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ്. കട്ടി നമ്മൾ ഇപ്പൊ കട്ടി അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രാമശ്ശേരി ഞാൻ കഴിച്ചു. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിപ്പൊടിയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, അതിൽ ചമ്മന്തി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറും ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും മണ്ണാർക്കാട് വന്നാൽ മതി കേട്ടോ. രാമശ്ശേരി മണ്ണാർക്കാടും കിട്ടും.